ഇന്ന് നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഞാൻ കറ്റാർവാഴയും കരിവേപ്പിലയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ രണ്ടും കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയാണ് തണ്ടിൽ നിന്ന് ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട്. കറ്റാർവാഴ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ നരച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കാം. ഞാനൊരു 1.5 ഗ്ലാസ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ മിക്സെല്ലാം വെളിച്ചെണ്ണയൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ അടുപ്പിലിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചെറിയ ചെറിയ തിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ മിക്സൊന്നും തീ കൂട്ടി വെച്ച് കരിച്ച് കളയരുത്. ചെറിയ തീയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാണ്ട്. ഇത് ഞാൻ ഉലുവയും കരിഞ്ചീരവും കൂടി ഒരേ അളവിലെടുത്ത് പൊടിച്ചതാണ്. അതൊരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിയെടുത്ത ശേഷം ഇതിനകത്തേക്ക് ഒരു കുറച്ച് 10-15 ഗ്രാമ്പു ഇട്ട് കൊടുക്കണം. ഗ്രാമ്പു നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു 5-6 കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഇട്ടതെന്ന് വെച്ചാൽ അമ്മ പറയാറുണ്ട്, കുരുമുളക് ഇട്ട് കൊടുത്താൽ ജലദോഷം വരത്തില്ല, തണുപ്പടിക്കുമ്പോൾ ചിലർക്ക് ജലദോഷം വരും, അതുകൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. ഞാനും അത് പിന്തുടർന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ മാറി ഒരുപാട് ഡാർക്കല്ല, ഒരു നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സ് ഒരുപാട് കരിഞ്ഞു പോയത്, കരിഞ്ഞു പോയ എണ്ണ മോശമായി പോവും. അപ്പോൾ ഇത് നമ്മുടെ എണ്ണയെല്ലാം ഞാൻ അരിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് എണ്ണ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് തന്നെ നമുക്കൊരു 1-2 മാസമൊക്കെ എത്തും. നമ്മൾ എപ്പോഴും തലയിൽ എണ്ണ തേക്കുന്നില്ല. ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ തലയിൽ എണ്ണ തേക്കാറുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് നാളെത്തും. അപ്പോൾ കറ്റാർവാഴയും കറിവേപ്പിലയും നമ്മുടെ മുടിക്ക് വളരെ നല്ലതായതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയൊക്കെ കൂടുകയും മുടി കൊഴിച്ചിലൊക്കെ കുറയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.